Dear friends, welcome to the Nerdskin YouTube channel. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 23rd വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് NVSന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന് മാത്രം നമ്മൾ വേറൊരു രീതിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, if you need materials you can contact me through WhatsApp. Okay, first question: Fashma with suspected rheumatic fever is admitted to the pediatric ward. When obtaining the child history, the nurse considers which information to be most important? Options: lack of interest in food, a fever that started 2 days ago, a recent episode of pharyngitis, vomiting for 1 day. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫാഷ്മ എന്ന് പറഞ്ഞ കുട്ടി സസ്പെക്റ്റഡ് റുമാറ്റിക് ഫീവർ ആണ്, പീഡിയാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ആ കുട്ടി. ചൈൽഡിന്റെ ഹിസ്റ്ററി നോക്കിയപ്പോൾ നേഴ്സിന് ഏത് ഇൻഫർമേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കാം. കാരണം സസ്പെക്റ്റഡ് റുമാറ്റിക് ഫീവർ ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ബാക്കിയുള്ളത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഫുഡ്, ഫീവർ ദാറ്റ് സ്റ്റാർട്ടഡ് 2 days ago, റീസെന്റ് വോമിറ്റിംഗ് ഫോർ 1 day, ഇതൊക്കെ ഏതൊരു ഫീവറിനും ഏതൊരു കണ്ടീഷനും ന്യൂമോണിയ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിലും ചിലപ്പോൾ അത് ഫീവർ ആയിട്ട് വരാം, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഫുഡ് വരാം, അങ്ങനെയുള്ള കണ്ടീഷൻസ് നോക്കാം. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് റൊമാറ്റിക് ഫീവറിലേക്ക് പോകുമ്പോൾ റീസെന്റ് എപ്പിസോഡ് ഓഫ് ഫാരിഞ്ചൈറ്റിസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, റീസെന്റ് എപ്പിസോഡ് ഓഫ് ഫാരിഞ്ചൈറ്റിസ്. A recent episode of pharyngitis is the most important factor in establishing the diagnosis of rheumatic fever. അത് നിങ്ങൾ മറക്കരുത്. Activation of the innate immune system begins with a pharyngeal infection that leads to presentation of Streptococcus pyogenes antigens to T and B cells. Innate immune system with pharyngeal infection ഉണ്ടാകുമ്പോൾ അത് Streptococcus pyogenesന്റെ ആന്റിജൻസ് ക്രിയേറ്റ് ചെയ്യണം ടു T and B cells. അപ്പൊ എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? ത്രോട്ട് കൾച്ചർ ആണ്. ത്രോട്ട് കൾച്ചർ ഗ്രോയിങ് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്, GABHS. ത്രോട്ട് കൾച്ചറിൽ എന്തുണ്ടാവും? ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ഗ്രോയിങ്. അത് അല്ലെങ്കിൽ ഇലവേറ്റഡ് ASO ടൈറ്റർ, ആന്റി സ്ട്രെപ്റ്റലൈസിൻ ടൈറ്റർ പ്ലസ് 2 മേജർ ക്രൈറ്റീരിയ ഓർ 1 മേജർ പ്ലസ് 2 മൈനർ ക്രൈറ്റീരിയ. അപ്പൊ എന്തൊക്കെയാണ് ഈ മേജർ ആൻഡ് മൈനർ ക്രൈറ്റീരിയ? നമുക്ക് പലപ്പോഴും നോക്കി തോന്നുന്നുണ്ട്. ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ 2 മേജർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ 1 മേജറും 2 മൈനറും, അങ്ങനെ തന്നെ നോക്കണം. അപ്പൊ ഇതിനകത്ത് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് വരുന്നുണ്ട്, ഇലവേറ്റഡ് ASO ടൈറ്റർ വരുന്നുണ്ട്, പ്ലസ് 2 മേജർ അല്ലെങ്കിൽ 1 മേജർ പ്ലസ് 2 മൈനർ, അങ്ങനെ തന്നെ പഠിക്കുക. അപ്പൊ ഏതൊക്കെയാണ് മേജർ? കാർഡൈറ്റിസ്, പോളിആർത്രൈറ്റിസ്, കോറിയ, എരിത്തിമ മാർജിനേറ്റം, സബ്ക്യൂട്ടേനിയസ് നോഡുൾസ്. ഓക്കെ, കാർഡൈറ്റിസ്, പോളിആർത്രൈറ്റിസ്, കോറിയ, എരിത്തിമ മാർജിനേറ്റം, സബ്ക്യൂട്ടേനിയസ് നോഡുൾസ്. മൈനറിൽ വരുന്നതാണ് ആർത്രാൾജിയ, ജോയിന്റ് പെയിൻ ഉണ്ട്, ഫീവർ, ലബോറട്ടറി ഫൈൻഡിങ്സ്, എരിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് ഇൻക്രീസ് ആവുന്നു, ESR കൂടുന്നു, സി റിയാക്റ്റീവ് പ്രോട്ടീനും കൂടുന്നു, CRP കൗണ്ട് കൂടുന്നു, അതുപോലെ ഈ എരിത്രോസൈറ്റ് ESRന്റെ റേറ്റ് കൂടുന്നു. മൈനർ ഏതാണ്, മേജർ ഏതാണ് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് PR ഇന്റർവൽ ഉണ്ടാകുന്നുണ്ട്, പ്രൊലോങ്ഡ് PR ഇന്റർവൽ. ഇത് ജോൺസ് ക്രൈറ്റീരിയ എന്നാണ് അറിയപ്പെടുന്നത്. ജോൺസ് ക്രൈറ്റീരിയ ആണ് അറിയപ്പെടുന്നത്. ജോൺസ് ക്രൈറ്റീരിയ ഏതൊക്കെയാണ്? മേജറും മൈനറും ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ എക്സ്പെക്ടറേഷൻ ഓഫ് ബ്ലഡ് ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് കോൾഡ്. ഇത് കഴിഞ്ഞ NVSന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: ഹെമോപ്റ്റൈസിസ്, ഹെമറ്റമെസിസ്, മലീന, ഹെമച്യൂരിയ. The expectoration of blood from the respiratory tract is called hemoptysis. Hemoptysis ആണ് expectoration of blood from the respiratory tract. ഈസി ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ NVS എക്സാമിന് ചോദിച്ചതാണ്. Hemoptysis is the medical term for coughing up blood from the lungs or bronchial tubes. Vomiting blood called hematemesis. Hematemesis ആണ് vomiting blood. Melena refers to black stools. Black stools ആണ് മെലീന. that occur as a result of gastrointestinal bleeding. Gastrointestinal bleedingil വരുമ്പോൾ ബ്ലാക്ക് സ്റ്റൂൾ വരുന്നു. ബ്ലാക്ക് സ്റ്റൂള് മെലീനയാണ്. gastrointestinal bleedingന് ശേഷമാണ് അത് ഉണ്ടാകുന്നത്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെലീന ഈസ് പെപ്റ്റിക് അൾസർ ഡിസീസ്. പെപ്റ്റിക് അൾസർ ഡിസീസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഓപ്പോസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്മെൽ ദാറ്റ് ഓഫൺ അക്കമ്പനീസ് ദ ഫസ്റ്റ് റെയിൻ ആഫ്റ്റർ എ ലോങ് പീരിയഡ് ഓഫ് ഹോട്ട് ആൻഡ് ഡ്രൈ വെതർ. ഓപ്ഷൻസ് പെട്രിക്കോർ, എസൻസ്, ഫ്രാഗ്രൻസ്, അരോമ. അതായത് കുറെ നാളത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് ശേഷം ഒരു മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, മണ്ണിന്റെ മണം, അതിനെ പറയുന്ന പേരെന്താണ്? അങ്ങനെ ചോദിക്കാം കേട്ടോ, അതൊക്കെ ചോദിക്കാം. പെട്രിക്കോർ, പെട്രിക്കോർ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. പെട്രിക്കോർ is the fun word that is used to refer to smell following rain. Next question, the cells which have least regeneration capacity. Option cells of brain, cells of bone, cells of heart, cells of kidney. ഏറ്റവും കുറവ് റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള സെൽസ് ഏതിലാണ് നിങ്ങൾക്ക് അറിയാം? സെൽസ് ഓഫ് ബ്രെയിൻ ആണ്. ബ്രെയിൻ സെൽസ് ആണ്. റീജനറേഷൻ കപ്പാസിറ്റി വളരെ കുറവാണ്. ബ്രെയിൻ സെൽസ് റിമെയിൻ in the beginning stage of the interface of the cell division for their life and never divide. Instead, they develop by forming new synapses with other neurons. Other neurons ആയിട്ട് synapses ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ സെൽസ് ഡിവൈഡ് ചെയ്യുന്നില്ല. They lack cellular machinery for cell division. Next question, Bandle's ring usually occurs during options obstructed labor, placenta previa, normal delivery, uterine inversion. Bandle's ring usually occurs during obstructed labor. Obstructed laborലാണ് ബാൻഡിൽസ് റിംഗ് ഉണ്ടാകുന്നത്. സാധാരണ ഉണ്ടാകുന്നത് ഒബ്സ്ട്രക്റ്റഡ് ലേബറിലാണ്. ഓക്കെ, ഇനി ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ റിംഗും ഉണ്ട്. അതുപോലെ ബാൻഡിൽസ് റിംഗിനെ നമ്മൾ പറയുന്നതാണ് പാത്തോളജിക്കൽ റിട്രാക്ഷൻ. പാത്തോളജിക്കൽ റിട്രാക്ഷൻ റിംഗ്, അതുപോലെ ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ റിംഗ്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ട്. സോ ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ റിംഗ് എന്ന് പറയുമ്പോൾ ബൗണ്ടറി ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ യൂട്രിൻ സെഗ്മെന്റ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് നോർമൽ ലേബറിൽ ഉണ്ടാകുന്നതാണ് ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ റിംഗ്. Pathological retraction ring or Bandle's ring, also known as a pathological uterine ring, is a constriction between a woman's thickened upper contractile uterine segment and thinned lower uterine segment. അത് തമ്മിലുള്ള ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന ഭാഗമാണ് എ ലൈറ്റ് സൈൻ അസോസിയേറ്റഡ് വിത്ത് ഒബ്സ്ട്രക്റ്റഡ് ലേബർ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നോർമൽ ഷേപ്പ് ഓഫ് അബ്ഡമൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബാൻഡിൽസ് റിംഗ് കാണുന്നുണ്ട്. ഇവിടെ ലോവർ യൂട്രിൻ സെഗ്മെന്റ് ഉണ്ട്, ഇവിടെ അപ്പർ യൂട്രിൻ സെഗ്മെന്റ് ഉണ്ട്. അതിന്റെ ഇടയിലായിട്ട് കാണുന്നതാണ് ബാൻഡിൽസ് റിംഗ്. ഈ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് പോയിന്റ്സും കൂടെ തരാമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയിൽ തന്നെ. ക്വസ്റ്റ്യൻ, എ ഷോർട്ട് ബോൺ. ഓപ്ഷൻസ് കാർപ്പൽസ്, ഫീമർ, ഹ്യൂമറസ്, ടിബിയ. ഷോർട്ട് ബോൺ ഏതാണ്? ഇവിടെ ഈ തരുന്നതിൽ ഷോർട്ട് ബോൺ കാർപ്പൽസ് ആണ്. കാർപ്പൽ ബോൺ ആർ ദ 8 small bones that make up the wrist: scaphoid, lunate, triquetral, hemate, pisiform, capitate, trapezoid and trapezium. ഇത്രയും 8 ബോൺസ് ചേരുന്നതാണ് കാർപ്പൽ ബോൺ. കാർപ്പൽ ബോൺ ഷോർട്ട് ബോൺസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. 8 ബോൺസ് ഉണ്ട് കാർപ്പൽ ബോൺസ്. ഏതൊക്കെയാണ്? സ്കഫോയിഡ്, ലുനേറ്റ്, ട്രിക്യുട്രൽ, ഹെമറ്റ്, പിസിഫോം, capitate, trapezoid and trapezium. Tarsal bones consist of 7 short bone: calcaneus, കാലിലാണ് ടാർസൽ ബോൺ, കാൽക്കേനിയസ്, ടാലസ്, ക്യൂബോയിഡ്, നാവിക്കുലർ ആൻഡ് ദ മിഡിൽ ആൻഡ് ലാറ്ററൽ ക്യൂണിഫോംസ്. 7 ഷോർട്ട് ബോൺസ് ചേർന്നാണ് ടാർസൽ ബോൺസ്. കാർപ്പൽ ബോൺസ് ആണെങ്കിൽ 8 ഷോർട്ട് ബോൺസ്. ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ 5 മെറ്റാകാർപ്പൽ ബോൺസ് ഉണ്ട്. 5 മെറ്റാകാർപ്പൽ ബോൺസ്. കാർപ്പൽ ബോൺ ഇവിടെ താഴെ ഉണ്ട്, അതിന്റെ തൊട്ട് മുകളിൽ മെറ്റാകാർപ്പൽ ആണ്. ഇവിടെ ഫലാഞ്ചസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഡിസ്റ്റൽ ഫലാഞ്ചസ്, ഇന്റർമീഡിയറ്റ് ഫലാഞ്ചസ്, പ്രോക്സിമൽ ഫലാഞ്ചസ്. സോ 5 metacarpal bones. Phalanges 14 bones. Femur is the longest and the strongest bone found in the human body. It is almost 19.9 inches. Femurന്റെ ലെങ്ത് ആണ് 19.9 inches. Longest and strongest bone ഏതാണ്? femur ആണ്. Humerus is a long bone in the arm that runs from the shoulder to the elbow. ഷോൾഡർ തൊട്ട് എൽബോ വരെയുള്ള ലോങ് ബോൺ ആമിലെ ഹ്യൂമറസ് ആണ്. ടിബിയ is the shin bone. shin bone ഏതാണ്? ടിബിയ ആണ്. The larger of the 2 bones in the lower leg.
ലോവർ ലെഗിലുള്ള രണ്ട് ബോണിലെ ലാർജർ ആണ് ടിബിയ. അറ്റാച്ച്മെന്റ് ഓഫ് എ മസിൽ ടു ബോൺ ഈസ് ടെൻഡൻ. അറ്റാച്ച്മെന്റ് ഓഫ് എ മസിൽ ടു ബോൺ ഈസ് ടെൻഡൻ. റേഡിയോ ഐസോട്ടോപ്പ് യൂസ്ഡ് ഇൻ ബോൺ സ്കാൻ ദാറ്റ് ഈസ് ടെക്നീഷ്യം 99M. റേഡിയോ ഐസോട്ടോപ്പ് യൂസ്ഡ് ഇൻ ബോൺ സ്കാൻ ഏതാണ്? ടെക്നീഷ്യം 99M. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4 ഉണ്ട്. എക്സാഗറേഷൻ ഓഫ് thoracic കർവ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഈ നോട്ട്സ് തരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. സ്കോളിയോസിസ്, കൈഫോസിസ്, ലോഡോസിസ്, നൺ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ? ഏതാണ്? കൈഫോസിസ് ആണ്. എക്സാഗറേഷൻ ഓഫ് thoracic കർവ് കൈഫോസിസ് ആണ്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, കൈഫോസിസ് ഇൻക്രീസ്ഡ് ഫ്രണ്ട് ടു ബാക്ക് കർവ്. ഓക്കെ, കൈഫോസിസ് കണ്ടില്ലേ, ഇൻക്രീസ്ഡ് ഫ്രണ്ട് ടു ബാക്ക് കർവ് ഇസ് കോൾഡ് kyphosis. This is inward curve of the spine. Inward curve of the spine ആണ് lordosis. It is the inward curve of the spine ആണ് lordosis. Paget's disease of the bone. Paget's disease of the bone, disease that disrupts the displacement of old bone tissue with a new bone tissue. That is Paget's disease. Replacement of old bone. അത് റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക, അത് തടയുകയാണ് പാജറ്റ്സ് ഡിസീസ്. ദ ഓവർ ഗ്രോത്ത് ഓഫ് ബോൺ ക്യാൻ കംപ്രസ് ആൻഡ് ഡാമേജ് ദ നെർവ്, കോസിംഗ് പെയിൻ, വീക്ക്നെസ് ഓർ ടിംഗ്ലിംഗ് ഇൻ ദ ആം ഓർ ലെഗ് ഓർ ഹിയറിംഗ് ലോസ്. മോസ്റ്റ് കോമൺലി ഒക്കർ ഇൻ പെൽവിസ്, സ്കള്, സ്പൈൻ ആൻഡ് ലെഗ്സ്. അപ്പൊ ഏതൊക്കെ ബോൺസിലാണ് ഇത് അഫക്ട് ചെയ്യുന്നത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാലിഗ്നന്റ് ട്യൂമർ ഓഫ് ദ കാർട്ടിലേജ്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓസ്റ്റിയോകോൺഡ്രോമ, ഓസ്റ്റിയോസാർക്കോമ, കോൺഡ്രോസാർക്കോമ, ഓസ്റ്റിയോപോറോസിസ്. സ്പ്രെഡിംഗ് ട്യൂമർ ഓഫ് ദ കാർട്ടിലേജ് ഏതാണ്? കറക്റ്റ് ആൻസർ കോൺഡ്രോസാക്രോമ. കോൺഡ്രോസാക്രോമ is a type of bone cancer that develops in cartilage cells. Cartilage means firm rubbery tissue that cushions bones at joints. So type of bone cancer ഏതാണ്? കോൺഡ്രോസാർക്കോമയാണ്. ഓസ്റ്റിയോകോൺഡ്രോമ എന്ന് പറയുന്നതാണ് ബിനൈൻ നോൺ ക്യാൻസറസ് ആണ്. മാറിപ്പോരുത്. ഓസ്റ്റിയോകോൺഡ്രോമ എന്ന് പറയുമ്പോൾ ബിനൈൻ non-cancerous tumor that develops during childhood or adolescence. It is an overgrowth of cartilage and bones that happens at the end of the bone near the growth plate. Osteosarcoma is a type of bone cancer. Bone cancer ആണ്. ഇവിടെ കോൺട്രോസാർക്കോമ എന്ന് പറയുന്നത് കാർട്ടിലേജ് സെൽസിനുണ്ടാകുന്ന ക്യാൻസർ ആണ്. ഓസ്റ്റിയോസാർക്കോമ എന്ന് പറയുമ്പോൾ ബോൺ ക്യാൻസർ ആണ്. ദാറ്റ് ബിഗിൻസ് ഇൻ ദ സെൽ ദാറ്റ് ഫോം ബോൺസ്. ഓസ്റ്റിയോസാർക്കോമ ഇസ് മോസ്റ്റ് ഓഫൺ ഫൗണ്ട് ഇൻ ലോങ് ബോൺസ്, മോർ ഓഫൺ ഇൻ ലെഗ്സ്. ഇപ്പൊ ലെഗ്സിൽ ഏത് ഭാഗത്താണത് സാധാരണ കാണുന്നത്? യൂഷ്വലി ഒക്കേഴ്സ് നിയർ ദ എൻഡ്സ് ഓഫ് യുവർ ബോൺസ്, മെറ്റാഫേസിസ് ആൻഡ് നിയർ യുവർ നീ ഫീമർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഈ ഒരു PDF ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PDF ആണ്. Thank you for watching. All the best. Please share this video.